ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 30. സാധിഭൂതാദിദൈവം മാം സാധിയജ്ഞം ച യേ വിദുഃ പ്രയാണകാലേപി ച മാം തേ വിദുർയുക്തചേതസഃ. സാധിഭൂതവും സാധിദൈവവും സാധിയജ്ഞവുമായ എന്നെ ആരറിയുന്നുവോ അവർ മരണകാലത്തിലും യുക്തചിത്തന്മാരായി എന്നെ അറിയുന്നു. അഥവാ മരണകാലത്തിലും എന്നെ അറിയുന്നവർ യുക്തചിത്തന്മാർ എന്നറിയപ്പെടുന്നു. ഇവിടെ ദൈവങ്ങളെ സംബന്ധിക്കുന്നതിനെയാണ് അതിദൈവം എന്ന് പറയുക. ദേവന്മാരെ സംബന്ധിക്കും. ഇപ്പൊ ദേവൻ എന്ന് പറയുമ്പോൾ തന്നെ ദ്യോതനാവാൻ ദേവൻ, പ്രകാശിപ്പിക്കുന്നവൻ. പ്രകാശിപ്പിക്കുന്നത് അനേകമുണ്ടാകാം. പക്ഷേ പ്രകാശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? പ്രകാശം സ്വരൂപം വേറെ വേണം. അത് ഏകമാണ്. അപ്പൊ ഈശ്വരൻ ഏകനാണ്, രണ്ടില്ല തന്നെ. അത് ഹിന്ദുവിനായാലും ക്രിസ്ത്യാനിക്കായാലും മുസ്ലിമിനായാലും ജൈനനായാലും ബുദ്ധനായാലും പാഴ്സിക്കായാലും ആർക്കായാലും വേറെയില്ല. ഈശ്വര തത്വം ഏകമാണ്. അത് വേറെ വേറെ പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രം. പേരില്ലാത്തവനെ എന്ത് പേരിലും വിളിക്കാമല്ലോ. പേരുള്ളവനെ ആ പേര് വിളിക്കണം. ഇവിടെ എന്ത് പേര് വിളിച്ചാലും അത് ഒരേ ഒരു ശക്തി ചൈതന്യത്തെയാണ്. ആ ചൈതന്യം ഏകമാണ്. അതുള്ളത് കൊണ്ടാണ് സർവപ്രപഞ്ച പ്രതിഭാസങ്ങളും നിലകൊള്ളുന്നത്. ആ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് പറയുന്ന പേരാണ് ദേവന്മാർ. 33 കോടി ദേവന്മാർ എന്നൊക്കെ പറയുമ്പോൾ 33 കോടിയാണ്. അവിടെ ഏകാദശ രുദ്രന്മാർ, ദ്വാദശ ആദിത്യന്മാർ, അഷ്ടവസുക്കൾ, ദേവവൈദ്യന്മാരായ അശ്വിനി കുമാരന്മാരും അടങ്ങുന്ന 33 ദേവന്മാരെ പറഞ്ഞിട്ടുണ്ട്. 33 കോടിയല്ലേ എന്ന് വെച്ചാൽ കോടി എന്നുള്ളത് സംസ്കൃതത്തിൽ പ്രകാരം എന്നാണ് അർത്ഥം. അവിടെ സംഖ്യാകണക്കിലല്ല. ഇനി ഇതിൽ മാത്രം ഒതുങ്ങണ്ട, പൗരാണികങ്ങളായ ദേവന്മാർ വേറെയുണ്ട്. മറ്റ് പലതുണ്ട്. ഇപ്പോൾ കണ്ണ് എന്നുള്ളത്, എനിക്ക് കണ്ണുണ്ട്, കാണാൻ വസ്തുവുണ്ട്. പക്ഷെ കാണണമെങ്കിൽ എന്ത് വേണം? അതിന് സൂര്യപ്രകാശം വേണം. അതുകൊണ്ട് കണ്ണിൻ്റെ അതിദേവതയാണ് സൂര്യൻ എന്ന് പറയും. പൊതുവായിട്ട് നിലകൊള്ളുന്ന ആ ശക്തിയെയാണ് അതിദേവൻ, അതിദൈവം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ അതിദൈവം എന്ന് പറയുന്നത് അത് ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ചാണ് മനസ്സിൻ്റെ ഭാവങ്ങൾ മാറി വരുന്നത്. ചില രോഗങ്ങളൊക്കെ ഉള്ളവർക്ക്, മനോരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് കറുത്ത പക്ഷത്തിൽ അത് കൂടി വരുന്നത് കാണാം. ഇനി അല്ലെങ്കിൽ അപസ്മാരമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ കാണാം. അപ്പോൾ ഓരോ പ്രപഞ്ച പ്രതിഭാസത്തിനും അതിശക്തി എന്നോണം വിളങ്ങുന്നതാണ് ദേവന്മാർ. ദേവന്മാർ ഈശ്വരനും ഒന്നല്ല. ഈശ്വരൻ ഏകനാണെന്ന് വേദത്തിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ രണ്ടുണ്ടാവാൻ തരമില്ല. രണ്ടുണ്ടെങ്കിൽ ഒരു ഈശ്വരൻ അനീശ്വരത്വം സംഭവിക്കും. ഈശ്വരൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ ഈശ്വരം യത് കരോതി ഇത് ഈശ്വരൻ എന്നാണ്. ഈശ്വരൻ ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. അതെല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ആണ് സർവേശ്വരൻ, ജഗതീശ്വരൻ, പരമേശ്വരൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടുണ്ടെങ്കിൽ ഒരു ഈശ്വരൻ മറ്റേ ഈശ്വരൻ്റെ അധീനതയിൽ വരും. അപ്പോഴും അതിന് ഈശ്വരത്വം നഷ്ടപ്പെടും. എല്ലാറ്റിൻ്റെയും ഈശ്വരൻ എന്നുള്ള പദവി പോവില്ലേ. അതുകൊണ്ട് ഈശ്വരൻ അനേകം ഉണ്ടാവില്ല. ഇവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയാമകൻ കൂടിയേ തീരൂ. ആ പരമമായ ആ നിയാമകനെയാണ് ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ
ഇന്ന കാലത്ത് ഇന്നത്, ഇന്ന സമയത്ത് ഇന്നത് എന്നൊക്കെ ഒരു നിയമക്രമം കാണുന്നുണ്ട്. എന്തിനേറെ നമ്മളിലേക്ക് നോക്കിയാൽ തന്നെ ഒരു നിയമം കാണുന്നുണ്ട്. ആ നിയമത്തിൻ്റെ പിന്നിൽ യാതൊന്നാണോ പ്രവർത്തിച്ചത്, അതിൻ്റെ പരമമായ തലം ഏതാണ്, അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. എല്ലാ സൃഷ്ടികളുടെയും, എല്ലാ ചരാചരങ്ങളുടെയും, എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അതാണ് ഈശ്വരൻ തത്വം കൊണ്ട് ഉദ്ദേശിച്ചത്. ഈശ്വരൻ ഒരു വ്യക്തിയല്ല, ഈശ്വരൻ ഒരു തത്വമാണ്. അതേപോലെ തന്നെയാണ് ഭൂതങ്ങളെ സംബന്ധിക്കുന്നത്. അതാണ് അധിഭൂതം. ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഭവിച്ചതേതോ അതാണ് ഭൂതം. ഉണ്ടായതൊക്കെ നശിക്കും, നശിക്കാത്തതൊന്നും ഉണ്ടായിട്ടില്ല. ഈശ്വരൻ എന്നുള്ളത് ഉണ്മയാണ്, അത് നശിക്കുന്നില്ല. പക്ഷെ ഭൂതം എന്ന് പറയുന്നത് ഭവിച്ചത് എന്ന അർത്ഥത്തിലാണ്, ഉണ്ടായത് എന്ന അർത്ഥത്തിലാണ്. ഉണ്ടായതൊക്കെ വളരുന്നു, തളരുന്നു, ഇല്ലാതാകുന്നു. അതങ്ങനെ അല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല. അതിനെയാണ് അതിഭൂതം എന്ന് പറയുന്നത്. യജ്ഞങ്ങളെ സംബന്ധിക്കുന്നതാണ് അധിയജ്ഞം. യജ്ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യപ്പെടുന്ന സർവകർമ്മങ്ങളും യജ്ഞങ്ങളാണ്. അത് കേവലം ക്ഷേത്രത്തിലോ മറ്റോ പോയിട്ട് ചെയ്യുന്നത് മാത്രമല്ല. അവിടെയും ഞാൻ ഈ കർമ്മം കൊണ്ട് വാസ്തവത്തിൽ ആ ഈശ്വരനെ പൂജിക്കുകയാണ് എന്നുള്ള ഭാവമില്ലെങ്കിൽ യജ്ഞസ്ഥലികളിൽ, ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന പൂജകൾ പോലും യജ്ഞമാവില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഉണ്ടാകും. എന്നാൽ തൻ്റെ വീട്ടിൽ മുറ്റടിച്ചു വരുന്ന ജോലിയായിക്കോട്ടെ, ചോറ് വയ്ക്കുന്നതായിക്കോട്ടെ, കുട്ടികളെ നോക്കുന്നതായിക്കോട്ടെ, എല്ലാ ജോലിയും അതെല്ലാം ഈശ്വരൻ്റെ പൂജയാണെന്ന് ആരറിയുന്നുവോ, ഞാനൊരു ഉപകരണമാണെന്ന് ആരറിയുന്നുവോ, അപ്രകാരം ഈശ്വര സമർപ്പണ ബുദ്ധിയ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ അതൊക്കെ അധിയജ്ഞമാണ്. ഈ 3 ഭാവത്തിലും വർത്തിക്കുന്നത്, ഇതിന് 3ലും ഉള്ളടങ്ങിയിരിക്കുന്നത് യാതൊന്നിനാലാണോ ഇത് 3ഉം നടക്കുന്നത്, അത് ഏകനാണ്. ആ ഈശ്വരൻ പലതില്ല തന്നെ. അങ്ങനെയുള്ള ആ ഈശ്വരനെ, ആ പരമേശ്വരനെ ആരറിയുന്നുവോ അപ്പം വിഷ്ണുവിലുള്ള വിഷ്ണുത്വ ബുദ്ധി, എന്നിലുള്ള ഞാൻ എന്നുള്ള ബുദ്ധി, എന്നെ ഞാനാക്കിയതും വിഷ്ണുവിനെ വിഷ്ണുവാക്കിയതും ശിവനെ ശിവനാക്കിയതും പട്ടിയെ പട്ടിയാക്കിയതും പൂച്ചയെ പൂച്ചയാക്കിയതും കൃമിയെ കൃമിയാക്കിയതും അതിനെയൊക്കെ അതാക്കി നിലനിർത്തുന്ന യാതൊന്നുണ്ടോ, ആ ഉണ്മയ്ക്ക് പറയുന്ന പേരാണ് ഈശ്വരൻ. ഈശ്വരൻ എന്നുള്ളത് പരമമായ ശബ്ദമൊന്നുമല്ല. ഈശ്വരൻ ചെയ്യാൻ ഒരു പ്രപഞ്ചമുള്ളപ്പോഴാണ് ഈശ്വരൻ എന്ന പേര് വരുന്നത്. ഈശ്വരൻ എന്നുള്ളതും പറയാൻ മടിയാണ്. അതെപ്രകാരമെന്ന് ചോദിച്ചാൽ, സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും തരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. വാസ്തവത്തിൽ സൂര്യൻ്റെ കർത്തവ്യമൊന്നുമല്ല ചൂടും വെളിച്ചവും തരുന്നത്, അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, നമുക്ക് ചൂടും വെളിച്ചം തരാനല്ലേ സൂര്യൻ ഉദിക്കുന്നത്. ഇതുപോലെ ആ പരമമായ സത്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എല്ലാം നടക്കുന്നത്. സാന്നിധ്യമാത്രം കൊണ്ട് ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. അപ്പം ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിൽക്കുന്ന ഒരു ശക്തിയെ നമ്മൾ കാണുന്നു. ആ ശക്തി അതിനെ പറയുമ്പോൾ ആ പരമമായ സത്യമാണ്, അതൊന്നും ചെയ്യുന്നില്ലെന്ന് അറിയുന്നില്ല. അങ്ങനെയുള്ളവർ ഈശ്വരൻ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഭൂത ദൈവ യജ്ഞഭാവങ്ങളിലൂടെയൊക്കെ വർത്തിക്കുന്ന ആ ഈശ്വര തത്വത്തെ, ഉണ്മയെ, അസ്തിത്വത്തെ
ആരറിയുന്നുവോ അവരാണ് അറിവുള്ളവർ. അവർ ജ്ഞാനികൾ എന്നർത്ഥം. ഞാനുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കുറുക്കനുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തുണ്ടോ ആ ഉണ്മയ്ക്ക് പറയുന്ന പേരാണ്, അതിനൊക്കെ ഉള്ളതാക്കി തീർത്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാലും ശരി, ബ്രഹ്മം എന്ന് പറഞ്ഞാലും ശരി. ഇനി എന്ത് പേരെ വിളിച്ചാലും കുഴപ്പമില്ല. പേരില്ലാത്തവന് എന്ത് പേരും വിളിക്കാം. പേരുള്ളവരെ ആ പേരെന്നെ വിളിക്കണ്ടേ. എന്ത് വിളിച്ചാലും അതൊക്കെ ആ പരമമായ സത്യത്തെയാണെന്നുള്ള ഓർമ്മയിൽ, ഇതൊന്നും വേറെ വേറെ അല്ല എന്നുള്ള അറിവിൽ ആര് വർത്തിക്കുന്നുവോ അവരാണ് ജ്ഞാനികൾ, അവരാണ് അറിവുള്ളവർ. ഈ അറിവോടെ മരണകാലത്തിലും കഴിയുന്നയാളാണ് യുക്തചിത്തന്മാർ. അപ്പോൾ ഇതറിയുന്ന ഒരാളെ സംബന്ധിച്ച് മരണത്തിൻ്റെ ഭാവം അയാളെ ഭയപ്പെടുത്തുന്നില്ല. മരണം ആർക്കാ? മരണം ശരീരത്തിനാണ്. മരണം എന്ന് പറയുന്നത് ഇല്ലാതാവലല്ല, കാണാതാവലാണ്. സ്ഥൂലതയെ പ്രാപിച്ചത് സൂക്ഷ്മതയെ പ്രാപിക്കുന്നു. അതിനെ നമ്മൾ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥൂല ശരീരം ഉണ്ടായതാണ്, അത് നശിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ആ മരണമെന്ന പ്രതിഭാസത്തെ, ആ പ്രതിഭാസത്തിന് ഈ അറിവുള്ളവനെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഞാൻ 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 എന്ന് പറയുന്നത് ശരീരമല്ലെന്ന് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. എൻ്റെ കാലിന് തൊടൂ, എൻ്റെ കയ്യിന് തൊടൂ എന്നൊക്കെ പറയുമ്പോൾ എന്നെ തൊടൂ, എന്നിൽ നിന്ന് അന്യമായതിനെ ഞാൻ എൻ്റെ എന്ന് പറയും. എൻ്റെ പുസ്തകം, എൻ്റെ ഫോൺ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം ഞാൻ എന്ന് പറയുന്നത് ഏകനാണ്. എന്നിൽ ഞാനായും നിന്നിൽ നീയായും സർവത്തിലും അതായി നിലകൊള്ളുന്ന ആ പരമമായ സത്യം തന്നെയാണ്, അത് തന്നെയാണ് എന്നിലും പ്രതിഫലിക്കുന്നത് എന്നറിയുമ്പോൾ ഞാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ശരീരമാകുന്ന കുപ്പായം അങ്ങനെ മാറി മാറി വരും. അതുകൊണ്ട് മരണമെന്ന അവശ്യം ഭാവിയായ അവസ്ഥ വന്നെടുക്കുമ്പോൾ ഈശ്വരൻ പലതാണെന്ന് വിചാരിച്ച് ദേവതകളെ കുറിച്ചുള്ള അറിവുള്ളവർ, ദേവതകൾ പലതാണ്, അതാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കുന്നവർ, അവർ വികാരവിവശരും വിവേകരഹിതരുമായി തീരുന്നു. ഈശ്വരൻ പലതുണ്ടെന്ന് വിചാരിക്കുന്നവർ അവർ വിവേകരഹിതരാണ്, വിവേകമില്ലാത്തവരാണ്, വികാരവിവശരാണ്. ആ ഈശ്വരൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു, അതെനിക്ക് അനുഗ്രഹം തന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വൈകാരികങ്ങളായ തലങ്ങളാണ്. ഈശ്വരൻ അനുഗ്രഹിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായതല്ല, പ്രാരബ്ധവശാലാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ആ പരമമായ സത്യമാണെന്ന് അറിയുന്നവർക്ക് മരണഭയം പോലുമില്ല. അവരെപ്പോഴും ആ ഏകമായിരിക്കുന്ന ആ ആത്മബോധത്തിൽ അങ്ങനെ കഴിയുന്നു. അയാളുടെ മനസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിയെ, ചിത്തത്തെ ഇളക്കം വരുത്താൻ മരണത്തിന് പോലും ആവില്ല. അതിൻ്റെ അർത്ഥം മരണം വരെയുള്ള ഒരു ക്ലേശങ്ങൾക്കും ഒരു ദുഃഖത്തിനും അയാളെ ഇളക്കാൻ സാധിക്കില്ല. ഈ ധീരതയാണ് വേദാന്ത ശാസ്ത്രം ഉപദേശിക്കുന്നത്. ബ്രഹ്മാനന്ദത്തെ അറിയുന്നവൻ ഒരിക്കലും ഒന്നിൽ നിന്നും ഭയപ്പെടുന്നില്ല എന്ന് ശ്രുതി പല പ്രാവശ്യം, ഉപനിഷത്തുകൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പം മരണം എന്ന അവസ്ഥ കേവലം ശരീരത്തിന് മാത്രമുള്ളതാണ്. ആത്മാവിന്, അതായത് തനിക്ക് മരണമില്ല. ഈ അറിവോടെ കഴിയുന്നവരാരോ അവരാണ് അറിവുള്ളവർ, ജ്ഞാനികൾ. അതുകൊണ്ട് അവർക്ക് മരണകാലെ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഇത് അറിയണം. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. ഏതായാലും ഈ അധിഭൂതം, അതിദൈവം, അതിയജ്ഞം എന്നുള്ള ശബ്ദങ്ങളൊക്കെ അടുത്ത അധ്യായത്തിൽ കൂടുതൽ പഠിക്കുന്നത് കൊണ്ട് ഇവിടെ കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഇപ്പം പ്രായോഗിക ജീവിതത്തിന്
സാമർഥ്യമില്ലാത്തവരാണ് തത്വജ്ഞാനികൾ എന്ന് പരക്കെ ഒരു ധാരണയുണ്ട്. അത് സഗുണോപാസകരെ സംബന്ധിച്ച് ശരിയായിരിക്കാം. സഗുണോപാസകരെന്ന് പറയുമ്പോൾ ഗുണത്തോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ദേവന്മാരെ ഈശ്വരൻ എന്ന് ധരിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അത് ശരിയായിരിക്കാം. അവർ ഈശ്വരാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, ചെയ്യേണ്ട പണി ചെയ്യാതെ. തൻ്റെ ജീവിതത്തിൽ വരുന്ന സുഖവും ദുഃഖവും മാനവും അപമാനവും നിന്ദയും സ്തുതിയും ഒക്കെ ഈശ്വരാനുഗ്രഹത്താൽ ലഭിച്ചതാണ് എന്ന് വിചാരിക്കുക അവർ. എന്നിട്ട് എന്ത് തട്ടിപ്പും വെട്ടിപ്പും ആരെയും ഉപദ്രവിച്ചും അവസാനം ഒന്ന് പോയി പ്രാർത്ഥിച്ചാൽ മതി. അതല്ല, ഈ പരമമായ സത്യത്തെ അറിയുന്നവർ തൻ്റെ ക്ലേശത്തിന്, തൻ്റെ ദുഃഖത്തിന്, തൻ്റെ സുഖത്തിന് ഒക്കെ കാരണമായിരിക്കും താൻ തന്നെയാണ്, തൻ്റെ കർമ്മഫലം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗാദി ക്ലേശങ്ങളോ ദുഃഖങ്ങളോ എന്തുണ്ടോ അത് ഞാൻ സമ്പാദിച്ചു തന്നെ, അതൊരു ഈശ്വരനും അനുഗ്രഹിച്ച് തന്നതല്ല. അങ്ങനെയാണെങ്കിൽ ആരും രോഗത്തിന് വേണ്ടി ദുഃഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, സുഖത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ സുഖം, ദുഃഖം, രോഗം പ്രാർത്ഥിക്കാതെയാണ് വരുന്നതെങ്കിൽ സുഖവും പ്രാർത്ഥിക്കാതെ അല്ലേ വരേണ്ടത്? അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥിച്ച് സമയം കളയുന്നല്ല. അവരുടെ ആകെ ഒരു പ്രാർത്ഥന എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നരുത് എന്നുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അവരുടെ കർമ്മത്തെ തിരുത്തുന്നു. കർമ്മഫലത്തെ തിരുത്താൻ വയ്യ. ഇന്നലകളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തിരിച്ചറിയുമുണ്ടാകുമ്പോൾ തൻ്റെ ദുരിതത്തിൻ്റെ കാരണം താൻ തന്നെയാണെന്ന് അറിയുമ്പോൾ അത് മറ്റൊരാളെ തലയിലേക്കും കെട്ടിവെക്കുന്നില്ല. നാളെയെങ്കിലും തനിക്ക് നന്നാവണമെങ്കിൽ ഇന്നത്തെ തൻ്റെ കർമ്മം നന്നാക്കണം എന്നുള്ള ബോധം അയാൾക്കുണ്ടാവും. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ അവർ സാമർഥ്യമില്ലാത്തവരല്ല, അവർ നല്ല സാമർഥ്യമുള്ളവരാണ്. നന്നായിട്ട് ചെയ്യുന്നു, നല്ലതായിട്ട് ചെയ്യുന്നു. ആർക്കും ഒരു ദോഷവും വരുത്താതെ പരമാവധി അയാൾ ജീവിക്കുന്നു. അവർക്ക് ലോകകാര്യത്തിൽ താല്പര്യമോ ലോകഗതി അറിയാൻ കഴിവോ ഉണ്ടായെന്ന് വരില്ല. എന്നാൽ ഈ വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന ആ വ്യക്തിത്വത്തിനുടമയായ ആധ്യാത്മിക മണ്ഡലത്തിൽ ഒതുങ്ങിക്കഴിയുന്ന ആളാണെന്ന് ധരിക്കരുത്. അയാൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന നല്ല ഊർജ്ജസ്വലനും സമാരാധ്യനുമായ ലോകസേവകനാണ്. എങ്ങനെയാണതായത്? അയാൾ ഏത് മേഖലയിൽ പോയാലും അത് ശോഭിക്കും. കാരണം അയാൾ അത് നന്നാക്കിയെടുക്കും. അയാൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല. ഇതുകൊണ്ട് അത് നേടും, ഇങ്ങനെ ചെയ്താൽ അത് നേടും, ഒന്നുമില്ല. തനിക്ക് വേണ്ടതേ വരൂ, വേണ്ടാത്തത് വരില്ല. അഥവാ എന്ത് വരുന്നുവോ അത് വേണ്ടതായിരിക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ മടിയനല്ല. അയാൾ മറ്റാരേക്കാളും നന്നായിട്ട് ഏത് മേഖലയിലും ഏത് കർമ്മമണ്ഡലത്തിലും അയാളെ പിടിച്ചിട്ടാൽ അയാളത് ശോഭനമാക്കി തീർക്കും. സ്വന്തം മനസ്സിനെ മാത്രമല്ല, ഈ സമഷ്ടി മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്. എങ്ങനെയാണ് മറ്റുള്ളവരുടെ മാനസിക നില എന്നുള്ള ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ അയാൾക്കറിയാൻ സാധിക്കും. അയാൾക്ക് അറിയാത്തതൊന്നുമില്ല. അപ്പോൾ അന്തർമണ്ഡലത്തെക്കുറിച്ചും അയാൾക്കറിയും, ബാഹ്യലോകത്തെക്കുറിച്ചും അയാൾക്കറിയും, ഉള്ളിലിരിപ്പും അറിയും. അതുകൊണ്ട് പറയാണ്, ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരുന്നുവോ, എന്നെ അറിയുന്നവർ എല്ലാം അറിയുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ 7-ാം അധ്യായം ഉപസംഹരിക്കുകയാണ്.
അത് കേവലം ഈ അല്പകാലത്തിൻ്റെ ജീവിതകാലത്ത് മാത്രമൊന്നുമല്ല അങ്ങനെയുള്ള വ്യക്തികൾ നിർണയിക്കുന്നത്. അവർ മരിച്ചു പോയാലും അവരുടെ ഓർമ്മകൾ ലോകത്തിന് ശാന്തിയെയും സമാധാനത്തെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ് 30 ശ്ലോകങ്ങളിൽ വിസ്തരിച്ചത്. ഓം തത് സദിതി ശ്രീ മഹാഭാരതേ ശതസാഹസ്ര്യാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാനയോഗോ നാമ സപ്തമോധ്യായഃ. സമാപ്തം.